ഐബ്രോസിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര കൺസേൺഡ് ആണ്. എനിക്ക് എപ്പോഴും എൻ്റെ ഐബ്രോസ് ഇങ്ങനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കാനാണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐബ്രോ പ്രോഡക്ട്സ് കാണിച്ചു തരാം. സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു 3-in-1 ഐലൈനർ, ഐബ്രോ ഫില്ലർ, കാജൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പ്രോഡക്റ്റ്. ഇതിൽ ഞാൻ ചൂസ് ചെയ്ത ഷെയ്ഡ് വന്നിട്ട് 02 ബ്രൗൺ ആണ്. ഇതിലിങ്ങനെ ഐബ്രോ ഫില്ല് ചെയ്യാൻ പറ്റിയ ഒരു ഐബ്രോ പൗഡറും ഉണ്ട്, പിന്നെ കാജലായിട്ടും ഐലൈനറായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഈ ഒരു പ്രോഡക്റ്റും ഉണ്ട്. ഇത് എത്ര നേരം ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോയി വൈകിട്ട് വരുന്ന വരെ എൻ്റെ ഐബ്രോസിൽ ഇതുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഷെയ്ഡിനെ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു ഡീപ്പസ്റ്റ് ബ്രൗൺ അല്ല, ഇതൊന്ന് ബ്രൗൺ എന്ന് അറിയാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു ബ്രൗൺ ആണ്. അപ്പം നിങ്ങളുടെ ഐബ്രോസ് നല്ല ഡാർക്കർ ആണെങ്കിൽ ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് പറ്റൂല. പിന്നെ ഈ ഒരു ബ്രഷ് ഉണ്ട്, അത് ഇത്തിരി നല്ല നീളമുള്ള ഒരു ലെങ്തിയർ ആയിട്ടുള്ള ബ്രഷ് ആയതുകൊണ്ട് തന്നെ അത് പിടിച്ച് അപ്ലൈ ചെയ്യാനും നല്ല ഈസിയാണ്. നെക്സ്റ്റ് വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ സ്കൾപ്റ്റ് ആൻഡ് സെറ്റ് ഐബ്രോ ജെല്ലാണ്. ഇതിലും സെയിം ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ മേടിക്കുമ്പോൾ എനിക്ക് ഒട്ടും ഹോപ്പില്ലായിരുന്നു ഇത് വർക്ക് ആവും എന്ന്. പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ എടുക്കുക, മസ്കാരയൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഇതിങ്ങനെ ഐബ്രോസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, പോവുക. ഭയങ്കര ഈസിയാണ്. ഇതിലെ ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ, ഈ ബ്രഷ് കൊണ്ട് നമുക്ക് ഐബ്രോസിനെ ഒരു ഡിഫൈൻ ചെയ്ത് കൊടുക്കാനും പറ്റും, അത് ഫില്ല് ചെയ്ത് കൊടുക്കാനും പറ്റും. അതാണ് എനിക്ക് ഇന്നത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ്. പിന്നെ ആകെ ഉള്ളൊരു പ്രശ്നം, ഇതിലും ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ട് ഡീപ്പസ്റ്റ് ബ്രൗൺ അല്ല, ബ്രൗൺ ആണെന്ന് അറിയിക്കുന്ന കൈൻഡ് ഓഫ് ബ്രൗൺ ആണ്. അപ്പോൾ എന്നെക്കാട്ടിയും തിക്കറാണ് നിങ്ങളുടെ ഐബ്രോസ്, കുറച്ചും കൂടെ ഡീപ്പസ്റ്റ് ബ്രൗൺ ഷെയ്ഡ്, ബ്ലാക്ക് ഷെയ്ഡൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് വർക്ക് ആവില്ല, കാരണം ഇത് ബ്രൗൺ ആണെന്ന് എടുത്തറിയിക്കും. പക്ഷെ എൻ്റെ അത്രയും ബ്രോസ് അല്ലെങ്കിൽ എന്നെക്കാട്ടിയും കുറവാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഇതിന് ഒരു ഷെയ്ഡും കൂടെ വരുന്നുണ്ട്, ഗ്രേ. പക്ഷെ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, അത് ഭയങ്കര അൺനാച്ചുറൽ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഫീല്. നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ അടുത്തൊരു ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ് മാഴ്സിൻ്റെ ഒരു ഐബ്രോ പെൻസിൽ. ഇതിൽ എൻ്റെ ഷെയ്ഡ് ഞാൻ ചൂസ് ചെയ്തത് ഡാർക്ക് ബ്രൗൺ ആണ്. ഈ ഒരു പെൻസിലിൻ്റെ ബാക്കിൽ തന്നെ ഇങ്ങനെ ഒരു സ്പൂളി വരുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഐബ്രോസ് വരച്ചിട്ട് ഈ സ്പൂളി കൊണ്ട് ബ്രഷ് ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പെൻസിലുണ്ടോ എന്ത് തിന്നാണെന്ന്, അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വരച്ച് ഡിഫൈൻ ചെയ്ത് ഗ്യാപ്സ് ഒക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഈ ഒരു ഷെയ്ഡിന് ഒരു പ്രശ്നമില്ല, പേര് പറയുന്ന പോലെ തന്നെ ഇത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ ഷെയ്ഡും അപ്രൂവ്ഡ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഫേസസ് കാനഡയുടെ ഈ ഒരു ബ്രോ ഡിഫൈനിങ് പെൻസിലാണ്. ഇതിലും ഷെയ്ഡ് വന്നിട്ട് ഡാർക്ക് ബ്രൗൺ. പക്ഷെ ആദ്യം തന്നെ പറയണമല്ലോ, ഡാർക്ക് ബ്രൗൺ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ഡാർക്ക് ബ്രൗൺ അല്ല, ഇത് അത്യാവശ്യം കുറച്ച് ലൈറ്റർ ആയിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡാണ്. ആൻഡ് ഇതും നമ്മൾ മാഴ്സിൻ്റെ കണ്ട പോലെ സെയിം ആണ്. ഈ പെൻസിലിൻ്റെ ബാക്കിൽ ഒരു സ്പൂളി വരുന്നുണ്ട്, ഇത് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക ബ്രോസ്, ആൻഡ് ഈ ഒരു സ്പൂളി കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, റെഡി ടു ഗോ. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്തായിട്ട് ഗ്ലൈഡ് ആവും, നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് വരച്ചെടുക്കാൻ പറ്റും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളുടെ ഐബ്രോസ് നല്ല തിന്നാണ്, നിങ്ങൾക്ക് അധികം ഉള്ളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡും പെർഫെക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക്. വീണ്ടും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ് അവരുടെ ഒരു ഐ ഷാഡോ പാലറ്റ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ 03. ഇതിൽ 3 ഷെയ്ഡ്സ് വരുന്നുണ്ട്, പ്ലസ് ഒരു ബ്രോ വാക്സും കൂടെ വരുന്നുണ്ട്. ഈ 3 ഷെയ്ഡിൽ നിങ്ങൾക്ക് ഈ ഒരു ഡീപ്പർ ഷെയ്ഡാണ് ഞാൻ എടുക്കാറ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രോസിനനുസരിച്ചുള്ള ഷെയ്ഡ് എടുത്തിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കുട്ടി ബ്രഷ് ഉണ്ട് ഇതിനകത്ത്, അതുകൊണ്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഒരു സ്പൂളി ബ്രഷിനകത്ത് ഈ ബ്രോ വാക്സ് എടുത്തിട്ട് ഇത് കോംബ് ചെയ്ത് കൊടുക്കുക, അത് സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ ഈ ഒരു സ്പൂളി ബ്രഷ് ഒന്നുമല്ല, പഴയ മസ്കാരയുടെ വോണ്ടാണ്. എടുക്കുക, പ്രോഡക്റ്റ് കഴുകിക്കളയുക, അത് നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. ലാസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് മാഴ്സിൻ്റെ ഈ ഒരു ഐബ്രോ ജെൽ. ഇത് ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ആണ്. ഇത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും കാണിച്ചിട്ടുള്ളതാണ്. ഇത് ഐബ്രോ ജെല്ലായിട്ടും യൂസ് ചെയ്യാം, നമുക്ക് ഐലൈനറായിട്ടും യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കൊണ്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്തെടുക്കാറ്. ഇതിനകത്ത് തന്നെ 2 കുട്ടി ബ്രഷസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രഷ് കൊണ്ട് ഞാൻ ഐബ്രോസും ഫില്ല് ചെയ്യും, ഈ ബ്രഷ് കൊണ്ട് ഐലൈനറായിട്ട് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ എടുക്കും. ഞാനത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ലതാണ്. നമുക്ക് ഐബ്രോസ് കറക്റ്റായിട്ട് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് എഴുതിയെടുക്കാൻ പറ്റും. ഐബ്രോസ് ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ ഇതുകൊണ്ട് നന്നായിട്ട് എഴുതിയെടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിങ്ങളൊരു ബിഗിനറൊക്കെയാണ്, ഐബ്രോസ് ഡിഫൈൻ ചെയ്ത് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളെങ്കിൽ ഞാൻ ഐബ്രോ ജെൽസ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഐബ്രോ പൗഡറും ഐബ്രോ പെൻസിലൊക്കെ ഫസ്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അത് കഴിഞ്ഞിട്ട് ഐബ്രോ ജെല്ലിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ്. സോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ആൻഡ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഐബ്രോ പ്രോഡക്ട്സ്. എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.